സംഭവസ്ഥലത്ത് നിന്ന് സമീർ സി മുഹമ്മദ് വീണ്ടും ചെയ്യുന്നുണ്ട്. സമീർ, അപ്പോൾ ജില്ലാ കളക്ടർ തന്നെ അവിടെ ഉണ്ടായ വീഴ്ചകൾ, HPCLനെ പറ്റിയ വീഴ്ചകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അവിടുത്തെ സ്ഥിതി കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ പുഴയിൽ, കടൽ സൈഡിലൊക്കെ ഈ ഇന്ധനം ഒഴുകിയെത്തിയ കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഉന്മേഷ്, ഗുരുതരമായിട്ടുള്ള വീഴ്ച HPCL അധികൃതർക്ക് സംഭവിച്ചു എന്ന് കളക്ടർ തന്നെ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും അതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കളക്ടർ മാധ്യമങ്ങളെ കാണുകയും വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് എന്നും ഗുരുതര വീഴ്ച ഇതിന്റെ അധികൃതർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. വലിയൊരു ആശങ്ക പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഉണ്ട്. നമ്മൾ ആ വിഷയം ഉണ്ടായതിന് പിറകെ തന്നെ സമീപത്തെ തോടുകളിൽ നിന്നൊക്കെ മീനുകൾ ഉൾപ്പെടെ ചത്തുപൊങ്ങിയത് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കണ്ടിരുന്നു. ഇപ്പോൾ പ്രദേശത്തെ കിണറുകളിലേക്ക് കൂടി ഇത് എത്തുന്നു എന്നുള്ള ഒരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തേക്ക് കാണുന്നത്? എന്താ പറയുക, ഈ സ്മെല്ല് കൂടുതലായി വരുന്നത് തന്നെയാണുള്ളത്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. തലവേദനയായിട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടും വരുന്നുണ്ട്. രൂക്ഷമായ ഗന്ധം ഗന്ധം വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ? അതനുസരിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം എടുക്കാനും പറ്റുന്നില്ല. തലവേദന, ഛർദ്ദിക്കാൻ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം ഇതിന് നമുക്ക് കേട്ടോ. കാരണം നമ്മൾ ഇത് പ്രായമുള്ള ആൾക്കാരാണുള്ളത്, ഉമ്മയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ പുറത്ത് പോകുന്നവരാണ്. പ്രായമുള്ള ആൾക്കാരെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ മാസ്ക് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. പക്ഷെ എപ്പോഴും നമുക്ക് മാസ്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ പ്രായമുള്ള ആൾക്കാർക്ക്. പിന്നെ അത് ഇനി എന്തെങ്കിലും ഇത് തീരുമാനം അവരെടുക്കണം. ഒന്നെങ്കിൽ നമ്മളൊന്ന് സേഫാക്കി തരണം. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമുള്ള കാര്യം. കാരണം നമുക്കിവിടെ ഈ സ്മെല്ലും കാര്യങ്ങളും ഇതായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ശരി സമീർ, അപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണമെന്ന് അവർ പറയുന്നുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ ഉള്ള കാര്യവും ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം.